IPL 2023 ഏറ്റവും മികച്ച യുവതാരമായിരുന്നു സഞ്ജു സാംസൺ. 2024 സീസണിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച സഞ്ജു IPLിലൂടെ തന്നെയാണ് ദേശീയ ടീമിലേക്കും ലോക ശ്രദ്ധയിലേക്കും വരുന്നത്. T20 വേൾഡ് കപ്പിൽ സഞ്ജുവിന് ഇടം ലഭിച്ചതോടെ ആരാധകർ തീർത്തും ആവേശത്തിലായിരുന്നു. എന്നാൽ മത്സരത്തിൽ ഒരു മാച്ചിൽ പോലും സഞ്ജുവിന് കളിക്കളത്തിൽ ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. ശേഷം ഗൗതം ഗംഭീർ ഇന്ത്യൻ കോച്ചായി എത്തുന്നതിലൂടെ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന T20 പരമ്പരയിൽ സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നില്ല. കിട്ടിയ അവസരം ഉപയോഗിക്കാനും താരത്തിന് സാധിച്ചില്ല. ഇതോടെ സഞ്ജുവിന്റെ കരിയർ അവസാനിക്കുകയാണോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചു തുടങ്ങി. ഈ അവസരത്തിലാണ് തീർത്തും അപ്രതീക്ഷിതമായി സഞ്ജുവിന് ദുലീപ് ട്രോഫിയിൽ അവസരം ലഭിക്കുന്നത്. ആദ്യ 2 മത്സരങ്ങളിൽ സഞ്ജു നിരാശ സമ്മാനിച്ചെങ്കിലും അവസാന മത്സരങ്ങളിൽ സഞ്ജു തെളിയിച്ചു കൊടുത്തു. ഇത്തവണത്തെ സഞ്ജുവിന്റെ കരിയറിലെ ലൈഫ് ലൈനായി മാറിയിരിക്കുകയാണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റ്. ശ്രീലങ്കൻ പരമ്പരയിൽ പരാജയപ്പെട്ട സഞ്ജുവിനെ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ഉൾപ്പെടുത്തില്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ദുലീപ് ട്രോഫി വരുന്നത്. ദുലീപ് ട്രോഫിക്കുള്ള 4 ടീമുകളിലും ആദ്യം സഞ്ജു ഉൾപ്പെട്ടിരുന്നില്ല. എന്നാൽ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ടീം പ്രഖ്യാപിച്ചതോടെ കൂടുതൽ താരങ്ങൾക്ക് ദുലീപ് ട്രോഫിയിലേക്ക് അവസരം തുറന്നു. സഞ്ജു ഇന്ത്യ D ടീമിൽ ഇടം പിടിച്ചു. ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ Dയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരങ്ങളിലാണ് സഞ്ജു കളിച്ചത്. 2ാം മത്സരത്തിൽ 1ാം ഇന്നിംഗ്സിൽ 5 റൺസിന് പുറത്തായെങ്കിലും 2ാം ഇന്നിംഗ്സിൽ 45 പന്തിൽ 3 കൂറ്റൻ സിക്സറുകളും 3 ബൗണ്ടറികളും സഹിതം 40 റൺസ് എടുത്തു. 3ാം മത്സരത്തിന്റെ 1ാം ഇന്നിംഗ്സിൽ 101 പന്തിൽ 106 റൺസുമായി ഏകദിന ശൈലിയിൽ സഞ്ജു സെഞ്ചുറിയുമായി കത്തിക്കയറി. 2ാം ഇന്നിംഗ്സിൽ 53 പന്തിൽ 45 റൺസും നേടി. ശ്രീലങ്കയിൽ വൻ ഫ്ലോപ്പായെങ്കിലും ദുലീപ് ട്രോഫിയിലെ പ്രകടനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ സെലക്ടർമാർക്കാവില്ല. ബംഗ്ലാദേശിനെതിരായ 3 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ 1ാം നമ്പർ വിക്കറ്റ് കീപ്പറായി കളിക്കാൻ സഞ്ജുവിന് അവസരം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നിലവിലെ പ്രധാന കീപ്പറായ ഋഷഭ് പന്തിന് T20 പരമ്പരയിൽ വിശ്രമം അനുവദിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ മാറ്റമില്ലെങ്കിൽ ധ്രുവ് ജൂറൽ, ഇഷാൻ കിഷൻ എന്നിവർക്ക് മുൻപിൽ സഞ്ജു പരിഗണിക്കപ്പെടും. ഇഷാൻ കിഷനും ദുലീപ് ട്രോഫിയിൽ സെഞ്ചുറി നേടിയിരുന്നു. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും T20യിൽ നിന്ന് വിരമിച്ചതോടെ സുപ്രധാനമായ 3ാം നമ്പർ സ്ലോട്ട് ലഭിച്ചെങ്കിലും സഞ്ജുവിന് ശ്രീലങ്കയിൽ അത് മുതലെടുക്കാനായില്ല. ശ്രീലങ്കയിൽ ഇരട്ട ഡക്കുകൾ വന്നതോടെ സഞ്ജുവിന്റെ നില പരുങ്ങലിലായിരുന്നു. എന്നാൽ ദുലീപ് ട്രോഫിയിൽ തകർപ്പൻ സെഞ്ചുറി നേടിയതോടെ ലൈഫ് ലൈൻ ലഭിച്ചു. അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള BCCI സെലക്ഷൻ കമ്മിറ്റി T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ഉയർച്ചകളോടൊപ്പം വലിയ തിരിച്ചടികളും നേരിട്ട കരിയറാണ് സഞ്ജുവിന്റേത്. 2024 സഞ്ജുവിന് T20യിൽ ഇന്ത്യക്ക് വേണ്ടി ആകെ 5 ഇന്നിംഗ്സുകളിൽ മാത്രമാണ് കളിക്കാനായത്. 3 എണ്ണത്തിൽ അദ്ദേഹം 0-ന് പുറത്തായപ്പോൾ സിംബാബ്വെക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടി. 3 ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ 1ാം നമ്പർ കീപ്പർ ബാറ്ററായി ഋഷഭ് പന്ത് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി T20യിലെ ആദ്യ ബാക്കപ്പായി തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ സഞ്ജുവിന് കഴിയും. എന്നാൽ കിട്ടിയ അവസരങ്ങൾ മുതലെടുത്തില്ലെങ്കിൽ ഇടിച്ചു കയറാൻ കാത്തിരിക്കുന്നത് നിരവധി പേരാണ്. ബംഗ്ലാദേശിനെതിരെ തിളങ്ങിയാൽ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് അവസരം തെളിയും. പരാജയപ്പെട്ടാൽ ഇഷാൻ കിഷനും ധ്രുവ് ജൂറലും ആ സ്ഥാനത്തേക്ക് കടന്നുവരും.